ഇപ്പോൾ എൻ ഷംസീർ മാധ്യമങ്ങളെ കന്നോതിലെ കെ മുരളീധരൻ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഓരോ ഘട്ടത്തിൽ. നിങ്ങളുടെ ആർക്കൈവ്സിൽ പോയി ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തിരിയും. അദ്ദേഹം ഓരോ ഘട്ടത്തിൽ ഓരോ നേതാക്കന്മാർക്ക് നടത്തിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾക്ക് ഏതായാലും ഞാൻ മറുപടി പറയുന്നില്ല. പിന്നെ ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യത്തിൽ നിന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ തേർഡ് പ്ലാറ്റ്ഫോമിലായിരുന്നു, ശരി തന്നെയാണ്. അവര് ട്രെയിനിൽ കയറാൻ വേണ്ടി വന്നതാണ്. തേർഡ് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴാണ് ആകെ അസ്വസ്ഥരാവുകയും അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഞാനിതൊന്നും അറിയുന്നില്ല. അപ്പോഴാണ് അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. അവർ കഴുത്തിങ്ങനെ വേദന കൊണ്ട് കഴുത്തിങ്ങനെ ഇളക്കി കളിക്കുന്നു, കൈകൊണ്ട് ഇതാകുന്നു. അപ്പോൾ ആ ഘട്ടത്തിലാണ് തീർച്ചയായും ഞാൻ സഭാനാഥനാണ്. എന്റെ സഭക്കകത്തൊരു സഭാംഗം ഇത്തരത്തിൽ മാൻഹാൻഡിൽ ചെയ്യപ്പെട്ടാൽ അവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സഭാനാഥൻ എന്നുള്ള എനിക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും സഭാ നേതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇങ്ങനെ മന്ത്രിക്ക് നേരെ ഒരു കയ്യേറ്റം നടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായി അഡ്മിറ്റ് ചെയ്തു. സമരങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ട, സമരങ്ങളിപ്പോ നടത്തണമെന്ന് പറയാൻ പറ്റില്ല. ജനാധിപത്യ സമൂഹമാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ഏതൊരു പൌരനുമുണ്ട്. മന്ത്രിക്ക് നേരെ പ്രതിഷേധിക്കുകയും ചെയ്യാം. പക്ഷേ ദർ നീഡ് സം എക്സ്റ്റെന്റ്, ടു സർട്ടൻ എക്സ്റ്റെന്റ് മാത്രമേ സമരം ചെയ്യാൻ പാടുള്ളൂ. ഒരു മിനിറ്റ്, തിരുവനന്തപുരത്തും പുറത്തും നിരവധി സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഇന്നേ വരെ ഒരു മന്ത്രിയോ വനിതാ മന്ത്രിയോ കയ്യേറ്റം ചെയ്യുന്ന രീതി ഉണ്ടായിട്ടില്ല. ഒരു സഭാനാഥൻ എന്നല്ല എനിക്ക് വി ഡി സതീശന് നേരെയും ഉമാ തോമസിന് നേരെ നടന്നാലും ഇതേ ഫീല് തന്നെയാണ്. അല്ലാതെ വീണ ജോർജിനെതിരെ മാത്രമല്ല. വീണ ജോർജിനെ ആക്രമിച്ചാലും വി ഡി സതീശനെ ആക്രമിച്ചാലും ഉമാ തോമസിനെ ആക്രമിച്ചാലും എനിക്ക് ഒരേ വികാരം തന്നെയാണ്. കാരണം ഞാൻ സഭയുടെ നാഥനാണ്. അതിന്റെ ഉത്തരവാദിത്തം മാത്രമേ നിർവഹിച്ചിട്ടുള്ളത്. ഉയർന്നുവരുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം സമമാധ്യമങ്ങളടക്കം, അതായത് ഈ സമരം നടക്കുമ്പോൾ KSP പ്രവർത്തകർ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷേ പുറത്തു വന്ന ഒരു ദൃശ്യങ്ങളിലും ഈ വീണ ജോർജിന്റെ അടുത്തേക്ക് KSP പ്രവർത്തകർ പോകുന്ന ഒരു ദൃശ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. KSP പ്രവർത്തകർ അങ്ങോട്ട് ചെല്ലാതെ എങ്ങനെ വീണയ്ക്ക് പരിക്കേറ്റ് എന്നതാണ് പ്രധാനമായി ഇപ്പോൾ VD സതീശൻ ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. വീണ ജോർജിന് പരിക്ക് പറ്റിയെന്ന് എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അവർ അസ്വസ്ഥരായിരുന്നു. ആ അസ്വസ്ഥയുടെ ഭാഗമായിട്ടാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മറ്റിപ്പോ ഒരാൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ട കാര്യമില്ല. പ്രവർത്തകരെ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പേ പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട് പ്രവർത്തകരെ. അതെ, ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരട്ടെ. ഏതായാലും എന്റെ ബോധ്യം അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു മന്ത്രിക്ക് നേരെ, ഒരു വനിതാ മന്ത്രിയും കയ്യേറ്റം, ഒരു സാമാജികനെയും ആക്രമിക്കാൻ പാടില്ല. ജനാധിപത്യ സമൂഹത്തിൽ ആർക്കും പ്രതിഷേധിക്കാൻ അവകാശമുണ്ട്. അത് KSUവിനുണ്ട്, യൂത്ത് കോൺഗ്രസിനുണ്ട്, MSFനുണ്ട്, SFIക്കുണ്ട്, DYFIക്കുണ്ട്. പക്ഷേ ദർ നീഡ് സം എക്സ്റ്റൻഷൻ. എത്ര വരെ പോകാം അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊന്നും ഒരു ശരിയായ രീതിയല്ല. ട്രോളൊക്കെ ഇപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കുന്നുണ്ടാവുമല്ലോ. അത് ജനാധിപത്യത്തിൽ ട്രോൾ ഇറക്കാനുള്ള അവകാശം കാർട്ടൂണല്ല ഇഷ്ടം പോലെ. ഒരു കാലഘട്ടത്തിൽ കാർട്ടൂൺ ആണെങ്കിൽ ഇപ്പൊ ട്രോള് വരുന്നു. അതിനങ്ങനെ നമ്മൾ കാണേണ്ടതുള്ളൂ. ഓക്കെ. എന്നാണ് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞത്. വീണ ജോർജിനെതിരെ കേസ് പ്രതിഷേധം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് എൻ ഷംസീർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.